കഴിഞ്ഞ വർഷം ഏതാണ്ട് ഫെബ്രുവരി മുതൽ തന്നെ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായിട്ട് ഇറാനെ ആക്രമിക്കുമെന്നതിൻ്റെ കൃത്യമായ സൂചനകൾ തന്നിരുന്നു. ജൂണിൽ ഒരു 12 ദിവസത്തെ യുദ്ധം നടന്നു. അതിൽ തന്നെ ഇറാന്റെ ആണവ പദ്ധതിയൊക്കെ നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇസ്രയേൽ പിന്മാറി അല്ലെങ്കിൽ വിജയിച്ചു എന്ന രീതിയിലാണ് പറഞ്ഞത്. പിന്നീട് ആണവ സമ്പുഷ്ടീകരണവുമായിട്ട് മുന്നോട്ട് പോയാൽ ഇനിയും ആക്രമണം നടത്തും, എന്നാൽ അത് നിങ്ങൾ പിൻവലിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ട്രംപിന്റെ ഇടപെടലിലൂടെ ഒമാന്റെ മധ്യസ്ഥയിൽ ചർച്ച നടന്നു വരിക. എന്നിട്ടും കൃത്യതയുള്ള നീക്കത്തിലൂടെ ആയത്തുള്ള അലി ഖമനേയി എന്ന് പറയുന്ന ഇറാന്റെ പരമോന്നത നേതാവിനെ വധിച്ചു. അപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ ആയത്തുള്ള അലി ഖമനേയിയുടെ നീക്കങ്ങൾ CIA അല്ലെ മൊസാദൊക്കെ നിരീക്ഷിച്ച് എവിടെ എപ്പോൾ വരുമെന്ന് വിചാരിച്ച് തീർക്കാനായിട്ട് കാത്തിരിക്കുമായിരുന്നു. കാത്തിരിക്കുക എന്ന് വെച്ചാൽ അത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർ വളരെ വർഷങ്ങളായിട്ട്. ഇതിനകത്ത് ഇസ്രായേലിൻ്റെ ഡിമാൻഡാണ് വർക്ക് ചെയ്യുന്നത്. ഇസ്രായേലിൻ്റെ ആവശ്യം ഇത്രയേ ഉള്ളൂ, ഇറാനിൽ ഒരു ആണവ ആക്ടിവിറ്റിയും പാടില്ല. അത് ഊർജോൽപാദനത്തിനാണെങ്കിലും ആറ്റം ബോംബ് ഉണ്ടാക്കാൻ എന്തിനാണെങ്കിലും താനത് ചെയ്യണ്ട. അപ്പോൾ നെതന്യാഹു കഴിഞ്ഞ മാസത്തെ മീറ്റിങ്ങിൽ ട്രംപിനോട് പറഞ്ഞു, ട്രംപ് ഇങ്ങനെ ചർച്ച ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ്, ഡീലുണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് നെതന്യാഹു വണ്ടി കയറി അവിടെ പോയി ട്രംപിനെ കണ്ടിട്ട് പറഞ്ഞു, ചേട്ടാ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, 2-3 കാര്യങ്ങൾ ചേട്ടന് ഉറപ്പിക്കണം, എന്ത് ഡീലാണെങ്കിലും എനിക്ക് വിരോധമൊന്നുമില്ല. ഒന്ന്, ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തരുത്. നമ്പർ 2, ഇറാനിലെ അവസാനത്തെ ഗ്രാം യുറേനിയവും മറ്റേതെങ്കിലും രാജ്യത്തെ ഏൽപ്പിക്കണം. നമ്മൾ ഉഭയസമ്മതപ്രകാരം വേറൊരു രാജ്യത്തെ ഏൽപ്പിക്കണം. ഒരു തരി യുറേനിയം ഇറാനിൽ ഉണ്ടാവാൻ പാടില്ല. ഇതാണ് ഇസ്രായേലിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഇത് എങ്ങനെ സാധ്യമാകും? ഇസ്രായേൽ പറയുന്നത്, ഇറാന് എന്തിനാണ് ഊർജം? അവരുടെ കയ്യിൽ ഇല്ലാത്ത എണ്ണയൊന്നുമില്ല. അവർക്ക് ഊർജത്തിന് വേണ്ടിയിട്ട് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. മാത്രമല്ല അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക ഇതാണ്. അപ്പോൾ ഡെത്ത് ടു ഇസ്രായേൽ ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നു. ഡെത്ത് ടു അമേരിക്ക അമേരിക്ക ഗൗരവമായിട്ട് എടുത്തിട്ടുമില്ല. കാരണം ഇറാൻ വിചാരിച്ചാൽ അമേരിക്കയെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ഭീകരമായ ദൂരമല്ല. അമേരിക്ക ഈസ് എ പ്രൊട്ടക്റ്റഡ് ലാൻഡ്. 2 വശത്തും വലിയ കടലായിട്ട് അതിൻ്റെ നടുക്കാണ് അമേരിക്ക. അമേരിക്കയിൽ എത്തിപ്പെടാൻ വലിയ പ്രയാസം. മാത്രമല്ല വലിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയും വലിയൊരു സായുധ ശക്തിയാണല്ലോ. ഇസ്രായേൽ സായുധ ശക്തിയാണെങ്കിലും അടുത്താണ് ഇറാനുമായിട്ട് കമ്പാരിറ്റീവ്ലി അമേരിക്കയെക്കാൾ. അപ്പോൾ ഇസ്രായേലിനെ ഉപദ്രവിക്കാനാണ് സാധ്യത. ഡെത്ത് ടു ഇസ്രായേൽ ആദ്യം നടപ്പാക്കാം എന്ന് വരും. ഈ ഖമനേയി കാണിച്ച ഒരബദ്ധം, ഈ ജൂതന്മാരെ ലോകത്ത് നിന്ന് ഞാൻ ഇല്ലാതെയാക്കും, ഇസ്രായേൽ എന്നുള്ള രാജ്യം ഇല്ലാതെയാക്കും. പിന്നെ വേറൊരാളെ ഇല്ലാതെയാക്കാൻ നിങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളതിങ്ങനെ പരസ്യമായിട്ട് വിളിച്ച് പറയാം. അയാൾ വെറുതെ ഇരിക്കുക. അയാളും അയാളുടെ ജീവൻ രക്ഷിക്കാനുള്ള ഉപായങ്ങളൊക്കെ നോക്കും. ഒന്ന് രക്ഷപ്പെടാൻ നോക്കും, വേറൊന്ന് പ്രത്യാക്രമണം നടത്താൻ നോക്കും. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എവിടെ പോയി രക്ഷപ്പെടാൻ? അവർക്ക് വേറെ സ്ഥലമൊന്നുമില്ല. അവർക്ക് അവിടെ താമസിക്കുകയും മാർഗമുള്ളൂ. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് ദെയർ സർവൈവൽ. അപ്പോൾ അവർ തിരിഞ്ഞ് ഇറാനെ പൂട്ടാനായിട്ട് ശ്രമിച്ചു. അതിൻ്റെ ഒരു സ്റ്റേജാണ് ഇപ്പോൾ ഈ കാണുന്ന യുദ്ധം. ഇതുകൊണ്ടും ഈ സ്റ്റേജ് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നിർത്തും കുറച്ച് ദിവസം കഴിയുമ്പോൾ. ബട്ട് അതുകൊണ്ടും അത് തീരില്ല. ഒന്നുകിൽ ട്രംപ് നെതന്യാഹു ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ഭരണകൂടം ഇറാനിൽ വരണം. അതല്ലെങ്കിൽ ഇറാൻ മൂക്കുകൊണ്ട് ഇക്ഷ വരച്ചിട്ട് ഈ പറഞ്ഞ പോലെ അവസാനത്തെ ഗ്രാം യുറേനിയം വരെ ഇസ്രായേലിന് കൈമാറണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് കൈമാറണം. ഈ ന്യൂക്ലിയർ ആക്ടിവിറ്റി ഇറാൻ നടത്തരുത്. ഇതാണ് അവരുടെ ആവശ്യം. ഈ രണ്ടിലൊന്ന് നടക്കാതെ, ഒന്നുകിൽ നെതന്യാഹുവിന് ഇഷ്ടപ്പെട്ട, ട്രംപിന് ഇഷ്ടപ്പെട്ടതെന്ന് വ്യാഖ്യാനിച്ചു, ഫലത്തിൽ നെതന്യാഹുവിന് വഴങ്ങുന്ന, നെതന്യാഹുമായിട്ട് ഫ്രണ്ട്സ് ആകാൻ വിരോധമില്ലാത്ത ഒരു ഭരണകൂടം അവിടെ അധികാരത്തിൽ വരും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇറാൻ കീഴടങ്ങി ഈ യുറേനിയം അവിടെ നിന്ന് മാറ്റണം. രണ്ടിലൊന്നും ചെയ്യാതെ ഈ യുദ്ധം അവസാനിക്കില്ല. ഈ യുദ്ധം ചിലപ്പോൾ ഈ ഓരോ സ്റ്റേജും പല സ്ഥലത്ത് ഈ എസ്കലേഷൻ ലാഡർ എന്ന് പറയുന്നത്.
ഇവർ ആദ്യം തന്നെ പ്ലാൻ ചെയ്യും ഏത് ലാഡർ വരെ, എത്രാമത്തെ സ്റ്റെപ്പ് വരെ കയറണം. അപ്പോൾ ട്രംപും നെതന്യാഹുവും കൂടെ നമുക്കൊരു 12ാം നില വരെ കയറാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ 10ആണ് എത്തിയിരിക്കുന്നതെങ്കിൽ ഇനി ഒരു 2 നില വരെ കയറിയിട്ട് അവർ നിർത്താൻ അതിനപ്പോൾ ഒരു കാരണമുണ്ടാകും. ഈ ഓരോ ലാഡർ കയറാനും ഒരു ലാഡറിൽ വെച്ച് നിർത്താനും അതിനുള്ള കാരണങ്ങൾ, അതിൽ പബ്ലിക്കിൽ പറയേണ്ട കാര്യങ്ങൾ, പിന്നെ അവരുടെ സുഹൃത്ത് രാജ്യങ്ങളോട് അവർ പറഞ്ഞു വയ്ക്കും ഇന്ന സമയത്ത് ഇന്ന പ്രസ്താവന ഇറക്കിക്കൊള്ളണം എന്ന് പറഞ്ഞ് വെൽ പ്ലാൻഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എത്ര ലാഡർ കയറണം എന്ന് ട്രംപ് നെതന്യാഹു തീരുമാനിച്ചിട്ടുണ്ടോ അത്രയും അവർ കയറും. അത് കഴിഞ്ഞിട്ട് അവർ നിർത്തും. ആരൊക്കെ അവരെ ഉത്സാഹ കമ്മിറ്റിക്കാർ കൂടിയാലും ശരി, അവർ നിർത്താൻ തീരുമാനിച്ച സ്ഥലത്ത് അവർ നിർത്തും. ഇപ്പോൾ ഈ പറയുന്ന നേരത്തെ പേജർ ബോംബ് സ്ഫോടനങ്ങളുണ്ട്, പേജർ ആക്രമണം, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മൊസാദ് വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് എത്രയോ കാലമായിട്ട് നടപ്പാക്കിയതാണ്. ഇവിടെയും ഈ പറയുന്ന ശനിയാഴ്ച ഈ ഖമനൈ ഉൾപ്പെടെയുള്ളവരൊക്കെ കൃത്യമായിട്ട് മീറ്റിംഗ് കൂടുന്നു പറയും. അത് വൈകുന്നേരങ്ങളിൽ കൂടും. അത് വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് ശനിയാഴ്ച രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ടെന്നറിയുന്നു. അവിടെ പോയിട്ട് ആക്രമിക്കും. അപ്പം മൊസാദിൻ്റെ ഒരു പ്ലാനാണ് കൃത്യമായിട്ട് നടപ്പാക്കുന്നത്. ട്രംപ് അതിന് വേണ്ട സാങ്കേതിക സഹായങ്ങൾ ചെയ്യുന്നു. ആ രീതിയിലാണോ ലോകം വിലയിരുത്തുക? അല്ല, ഇതൊക്കെയുണ്ട്. CIA ഉണ്ട്, മൊസാദുണ്ട്, IDFൻ്റെ ഡയറക്റ്റ് ഓപ്പറേഷനുണ്ട്. എല്ലാവരും ചേർന്നുള്ള കോർഡിനേറ്റഡ് ഓപ്പറേഷനാണ്. എനിക്ക് മനസ്സിലാവാത്തത് ഇറാനിൽ ഇപ്പോൾ ഖമനൈ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ പുള്ളിയുടെ സ്വന്തം കോമ്പൗണ്ടിൽ ഈ 10-45 പേരെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു മീറ്റിംഗ് നടത്തിയത് മണ്ടത്തരമായിപ്പോയി. അത്രയും ബുദ്ധി ഖമനൈക്ക് ഇറാനുള്ളതാണ്. ഒരു കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ അറിയാം ഖമനൈ ഇവിടെ താമസിക്കുന്നത്, സ്വന്തം കോമ്പൗണ്ട്, വീട്, ഓഫീസ്, ഇതെല്ലാം. അവിടെ തന്നെ ഈ പ്രധാനപ്പെട്ട ആൾക്കാരെ വിളിച്ചു കൂട്ടുന്ന മണ്ടത്തരം അത് ചെയ്യരുതായിരുന്നു ഒരിക്കലും. അത് ചെയ്താൽ ഇസ്രായേൽ അത് പിടിച്ച് അത് തീർത്ത് കളയുന്നത് ഉറപ്പാണ്. ഇസ്രായേൽ അങ്ങനെ ചെയ്യണമെങ്കിൽ ഇറാനും ഇതുപോലെ ചെയ്യാൻ പറ്റും. ഒരു ഹൈപ്പർസോണിക് മിസൈൽ, കറക്റ്റ് ഗൈഡഡ് മിസൈലാണ്, അതൊക്കെ കൃത്യം ലക്ഷ്യത്തിൽ പോയിക്കൊള്ളും. ഇതൊക്കെ ഇറാനും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു ഫെയില്യൂർ ഇറാൻ എന്തുകൊണ്ട് പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ ഖമനൈ ഇപ്പോഴും രക്ഷപ്പെട്ട് നിന്നേനെ. ഇറാൻ ഇഷ്ടം പോലെ മലനിരകൾ ഒളിക്കാൻ സ്ഥലവും ഒക്കെ ഉള്ളതാണ്. ഏതെങ്കിലും ഒരു മലനിരയിൽ ഭദ്രമായിട്ട് വേണ്ടേ ഖമനൈയെ സൂക്ഷിക്കാൻ. 86 വയസ്സായെങ്കിലും അതിനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ട്. കാരണം ഇറാൻ്റെ ഊർജം അവർ സംഭരിക്കുന്നത് ഖമനൈ എന്ന വ്യക്തിയിൽ നിന്നാണ്. ആ വ്യക്തി പോയപ്പോൾ അവർക്ക് പെട്ടെന്ന് ഡിസ്ലൊക്കേഷനായി. ബട്ട് ആ മനുഷ്യൻ വളരെ ബുദ്ധിമാനായിരുന്നു. അങ്ങേര് ഞാൻ മരിച്ചാൽ എന്ത് ചെയ്യണം എന്നെല്ലാം കൃത്യമായിട്ട് എഴുതി വെച്ച് ധാരണയുണ്ടാക്കി. സാധാരണ ഈ ഒരു ഏകാധിപതിയൊക്കെ സുപ്രീം ലീഡർ ഇങ്ങനെയുള്ള ആൾ മരിച്ചു കഴിയുമ്പോൾ ആ രാജ്യം അനാഥമാകുകയും വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടാകുകയും അതിൽ നിന്ന് ഏതെങ്കിലും ഒരു തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നേതാവിനെ അമേരിക്ക വയ്ക്കുകയും ഇതൊക്കെയാണ് സാധാരണ ചെയ്യുന്നത്. മഡൂറോയെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ കണ്ടില്ലേ, വെനസ്വേലയിൽ പ്രത്യേകിച്ച് ബഹളമൊന്നും ഉണ്ടായില്ല. മഡൂറോയുടെ നെക്സ്റ്റ് ആളിനെ ട്രംപ് അങ്ങോട്ട് വാഴിച്ചു, ആ സ്ത്രീയെ, അവരുടെ പേരെന്താ എനിക്ക് ഓർമ്മയില്ല. ഇപ്പം ഇതുപോലെ ഇറാനിൽ സംഭവിക്കില്ല. ഇറാനിൽ കുറെ കൂടെ സ്ട്രക്ചേർഡാണ്. ഖമനൈ അതെല്ലാം ചെയ്തു വെച്ചിരുന്നു. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, എന്ത് ചെയ്തുകൂടാ, എൻ്റെ മകനെ ആക്കരുത്, ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസൊക്കെ വെച്ചിട്ട് സെക്കൻഡ് ഇൻ കമാൻഡ്, തേർഡ് ഇൻ കമാൻഡൊക്കെ തയ്യാറാക്കിയിട്ടാണ് ആ മനുഷ്യൻ ഇരുന്നത്. അത് ഇവർ ബോംബിട്ട് കൊന്നുകളയും എന്ന് പേടിച്ചിട്ട് മാത്രമല്ല, വയസ്സായില്ലേ, 86 വയസ്സായി. ഏതെങ്കിലും ഒരു ദിവസം ഈ ബോംബ് വീണ് ചത്തില്ലെങ്കിൽ വയസ്സായി മരിക്കുമല്ലോ പുള്ളി. അപ്പോഴും ഈ അവ്യവസ്ഥ ഉണ്ടാവാം. അതുണ്ടാകാതിരിക്കാനായിട്ട് എല്ലാം സെറ്റപ്പ് ചെയ്തു. അതുകൊണ്ടാണ് ഖമനൈ പോയപ്പോഴും ഇറാൻ ഒന്ന് പതറിയെങ്കിലും അവർ സെക്കൻഡ് ലൈൻ ഇമ്മീഡിയറ്റ് തയ്യാറാക്കിയത്. അത് ഈ പറഞ്ഞ ഖമനൈ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു ദിവസം എല്ലാവരെയും വിളിച്ചു കൂട്ടിയത് മണ്ടത്തരമായി പോയി. അത് ചെയ്തത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇറാൻ ഇപ്പം ആക്രമിക്കാനായിട്ട് എല്ലാം നഷ്ടപ്പെട്ടു. ഇനി ഞങ്ങൾ ആക്രമണം മാത്രമേ ഉള്ളൂ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പം ലെബനിൽ നിന്ന് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തും. അവിടുത്തെ അയൺ ഡോമിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞു 9 പേര് കൊല്ലപ്പെട്ടു. അമേരിക്കയുടെ 3 സൈനികർ കൊല്ലപ്പെട്ടു. 5 പേർക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റു. അതുപോലെ തന്നെ ഈ കുവൈറ്റ്, അതുപോലെ തന്നെ ദുബായ് എന്ന് പറയുന്ന പോലെ വളരെ സേഫ് എന്ന് നമ്മൾ കരുതുന്ന നഗരങ്ങൾക്കെല്ലാം തന്നെ മേൽ ഇറാൻ ആക്രമണം നടത്തി. ഈ സൈപ്രസ് എന്ന് പറയുന്ന ദ്വീപിൽ ഇംഗ്ലണ്ടിൻ്റെ താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി. അപ്പോൾ ഇറാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയാൽ എന്ത് സംഭവിക്കും?
രണ്ടും കൽപ്പിച്ചിറങ്ങിയാൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. ഇറാൻ്റെ കയ്യിലുള്ള മിസൈൽ തീരുമ്പോൾ ഇറാൻ എന്ത് ചെയ്യും? ഇപ്പം മിസൈൽ കയ്യിൽ വെച്ചിട്ടാണല്ലോ. ഇറാൻ്റെ കയ്യിൽ യുദ്ധവിമാനം എന്ന് പറയുന്ന സാധനമൊന്നുമില്ല. എന്തോ പഴയ ചൈന കൊടുത്ത എന്തോ ഒരു 4-5 വിമാനം കിടപ്പുണ്ട്. അതൊന്നും ഒരു സാധനമല്ല. പിന്നെ അവർക്കുള്ളത് ഒരു നേവിയാണ്. ആ നേവിയും അത്ര വലിയ മിടുക്കന്മാരൊന്നുമല്ല. പിന്നെന്താ വന്നും പോയി ഉള്ളത് കരസേനയും ടാങ്ക് അത് ഇതൊക്കെ. കരയുദ്ധമല്ല നടക്കുന്നത്. അതുകൊണ്ടാണ് ഇറാന് നിരന്തരം മിസൈൽ വെച്ച് തന്നെ കളിക്കേണ്ടി വരുന്നത്. അതാണ് അവരുടെ ഒരു സ്ട്രോങ് പോയിൻ്റ്. അതാണ് ഹൈപ്പർസോണിക് മിസൈലൊക്കെ. ഇതൊരു ദിവസം തീർന്നു പോകുമെന്നേ. ഇത് എത്ര എണ്ണമെന്ന് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഈ വിടുന്ന സ്പീഡിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അമേരിക്ക അവരുടെ B-2 ബോംബർ കൊണ്ടുപോയിട്ട് ഈ മിസൈൽ ഉണ്ടാക്കുന്ന ഫെസിലിറ്റി അത് കംപ്ലീറ്റ് തകർത്തു എന്ന് അമേരിക്ക അവകാശപ്പെടുന്നു. അത് തകർത്തെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ ഉള്ളത് അവരുടെ സ്റ്റോക്കുള്ള മിസൈൽ മാത്രമാണ്. അത് എത്ര ദിവസത്തേക്ക് നിൽക്കും? ആരുടെയൊക്കെ തലയിലിടും? ഇവരെത്രയോ 12 രാജ്യങ്ങളിലേക്കാണ് മിസൈൽ അയച്ചുകൊണ്ടിരിക്കുന്നത് ഇറാൻ. ഗൾഫിലുള്ള സകല രാജ്യങ്ങൾ. സമാധാനത്തിനും ഈ സന്ധി സംഭാഷണത്തിനും ഒക്കെ മുൻകൈ എടുക്കുന്ന ആൾക്കാരാണ് ഒമാൻ. ആ ഒമാനിൽ കൊണ്ടുപോയി ഒരു മിസൈൽ ഇട്ടു. വല്ല കാര്യമുണ്ട്? അത് എന്ത് പറ്റിയെന്ന് അറിഞ്ഞുകൂടാ. സമാധാനക്കാരൻ്റെ മധ്യസ്ഥൻ്റെ തലയിൽ ഒരെണ്ണം കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ബഹ്റൈൻ, UAE, സൗദി, തുർക്കി, ഇറാഖ്, സിറിയ, ലെബനൻ, സകലവരെ അങ്ങോട്ട് മിസൈൽ വെച്ച് ആക്രമിക്കുകയാണ് ഡെസ്പറേറ്റായിട്ട്. ഞാനോ മരിക്കാൻ പോകുന്നു, നീ ഒന്നും ജീവിക്കണ്ട എന്ന് പറഞ്ഞിട്ട്. അതാണ് ഇത്. മിസൈൽ തീർന്നു പോയാൽ പിന്നെ എന്ത് ചെയ്യും? 3-4 ദിവസം കൂടെ ചിലപ്പോൾ മിസൈൽ ഉണ്ടാകും. ഡെയിലി എത്ര മിസൈലാണ് ഇവർ അയക്കുന്നത്? ആയിരക്കണക്കിന്, എനിക്ക് തോന്നുന്നു 10,000-3000 മിസൈലുകൾ ഡെയിലി അയക്കുന്നുണ്ടാകും. അത് കഴിയുമ്പോൾ അത് തീർന്നു പോകും. ഇതാണ് അവരുടെ വിധി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.